നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലെ തേർഡ് പാർട്ടി വിഷയം കാരണം ആകെ ബുദ്ധിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ്. കാരണം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതം, അത് സ്നേഹമായാലും മറ്റേത് രീതിയിലായാലും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തേർഡ് പാർട്ടി അതിൽ ഇടപെട്ട് അല്ലെങ്കിൽ അതിൽ എത്തിപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ പോകാതെ ഒരുപാട് മാനസികമായി ബുദ്ധിമുട്ടും വിഷമിച്ചും ഇരിക്കുന്ന ഒരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടിയെ നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടി എന്താണോ ചെയ്തത് ആ കാര്യം നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ പഴയതുപോലെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരുന്നത് അതേപോലെ വീണ്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നീട് ഒരിക്കലും ആ തേർഡ് പാർട്ടിയുടെ ശല്യം ഉണ്ടാവാത്ത രീതിയിൽ വേണം ആ കാര്യങ്ങൾ ചെയ്യാൻ. നിങ്ങൾക്കത് എന്താണ് എങ്ങനെയാണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ആ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് പാർട്ടിയെ എങ്ങനെ ഒഴിവാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ ആ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യണമെന്ന് മാത്രം. അത് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും. കാരണം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി വിഷയം കയറി വരുന്നത്. അതിൽ നിന്ന് നമ്മളോട് നല്ല സ്നേഹത്തോടെയും നല്ല രീതിയിൽ കരുതലും എല്ലാം ഉണ്ടായിരുന്ന വ്യക്തികൾ പെട്ടെന്ന് അതിൽ നിന്നൊക്കെ അകന്ന് പോയി നമ്മളോ കാണുന്നതോ സംസാരിക്കുന്നതോ അവർക്കൊരു ബുദ്ധിമുട്ടാകുന്ന രീതിയിലേക്ക് വരും. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ മറ്റു പല വിഷയങ്ങളും, കുടുംബത്തിലായാലും മറ്റു പല കാര്യത്തിലായാലും ഈ തേർഡ് പാർട്ടി ഇടപെടൽ വരുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് ഒരുപാട് ജീവിതത്തിൽ തടസ്സങ്ങളും ബുദ്ധിമുട്ടും മാനസിക വിഷമങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. അത് നേരിട്ടിപ്പോൾ അവരോട് ചെന്ന് പറഞ്ഞാലൊന്നും അവരൊഴിവാവുകയോ അവർ ചെയ്ത കാര്യങ്ങൾ ഒഴിവായി പോവുകയോ ഒന്നുമില്ല. അത് ഒഴിവാക്കാൻ അതിൻ്റേതായ രീതിയുണ്ട്. ആ രീതിയിലൂടെ ഒഴിവാക്കുക എന്നുള്ളതാണ് അതിനുള്ളൊരു മാർഗം. അപ്പോഴാണ് പിന്നീട് അങ്ങോട്ടുള്ള ഒരു ജീവിതം നമുക്ക് സന്തോഷമായിട്ട്, എങ്ങനെയാണോ ആദ്യമൊക്കെ നല്ല സന്തോഷമായിട്ടിരുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ പോയിക്കൊണ്ടിരുന്നത് അതേ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ കൊണ്ടുപോയാലാണ് നല്ല രീതിയിൽ ജീവിക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞ് ആ കാര്യം മനസ്സിലാക്കി കൃത്യതയോടെ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യം സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ നന്ദി, നമസ്കാരം.